അങ്ങനെ അബുദാബിയിൽ നിന്നും രാവിലെ ഞങ്ങൾ ദുബായിലേക്കുള്ള യാത്ര തിരിച്ചു. വെള്ളയും ചുവപ്പും അടങ്ങിയ ബസ്സിലായിരുന്നു യാത്ര. വളരെ മനോഹരമായൊരു ബസ് തന്നെയായിരുന്നു അത്. വേവിക്കാനിട്ട പപ്പടം പോലെയായിരുന്നു പുറത്തുള്ള അവസ്ഥ. അതികഠിനമായ ചൂടിൽ നിന്നും AC-യിലേക്ക് കയറിയപ്പോൾ വളരെയധികം ശാന്തത അനുഭവപ്പെട്ടു. യാത്രാമധ്യേ ഭക്ഷണവും വെള്ളവും എടുക്കാത്തത് വലിയൊരു തെറ്റായിപ്പോയി എന്നറിഞ്ഞത് അച്ചുവിന് വിശക്കുമ്പോഴാണ്. ആരോട് ചോദിക്കണം ഒരു തുള്ളി വെള്ളം എന്നറിയാതെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ ദൈവദൂതനെ പോലെ ഞങ്ങൾക്ക് ഒരു മിഠായി തന്നത്. അത് കഴിക്കുന്നതോടുകൂടി അച്ചുവിന് വളരെയധികം ശാന്തത അനുഭവപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ റൂമിലെത്തി. വളരെ ക്ഷീണിതനായ അച്ചു ബെഡ് കണ്ടതോടുകൂടി അതിൽ കയറി കിടന്നു. അങ്ങനെ കൊച്ചു ടിവിയും വെച്ചു കൊടുത്ത് അവനെ ഒരു സൈഡാക്കി. വളരെ കംഫർട്ടബിളായ ഒരു ഹോട്ടൽ റൂം തന്നെയാണ് ഞങ്ങൾക്കിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിൽ സന്തോഷത്തോടു കൂടി ഞങ്ങളതിൽ ഉല്ലസിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ രാത്രിയായിരിക്കുന്നു. രാത്രിയുടെ വെളിച്ചത്തിൽ ഭക്ഷണവും കഴിച്ച് ഇനി ഉലാത്താം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പുറത്തേക്കിറങ്ങാൻ നോക്കിയതാണ്. പക്ഷേ നടന്നില്ല. ഇനി നാളെ നോക്കാം. ഗുഡ് നൈറ്റ്.